الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടെ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജ് ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിൽ നിന്നും പല നാടുകളിൽ നിന്നും അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവിടെ എത്തിച്ചേർന്നവർക്കും അതിന് നെയ്യത്ത് ചെയ്തവർക്കും അല്ലാഹു പൂർണ്ണമായി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സുരക്ഷിതരായി ആരോഗ്യത്തോടെ തഖ്വയുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി നല്ല മുസ്ലിങ്ങളായി മാതൃകാ ജീവിതം കാഴ്ചവെക്കാനും അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മസ്ജിദുൽ സലാമിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 2.5 വർഷത്തോളം ഇവിടെ ഈ മിമ്പറിൽ നിന്ന് ഖുതുബ പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരനായ, അതായത് എൻ്റെ നാട്ടുകാരനായ അബ്ദുൽ കരീം ബാക്കവി കഴിഞ്ഞ ശനിയാഴ്ച 25/4 മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ്. ആർക്കും ഒന്നും അറിയില്ല. എത്രയോ പ്രാവശ്യം ഈ മിമ്പറിൽ നിന്ന് തന്നെ അദ്ദേഹം അദ്ദേഹത്തോടൊക്കെ മരണത്തെപ്പറ്റിയും ഖബറിനെ പറ്റിയും മഹ്ശറിനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഏകദേശം 58 വയസ്സ് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് അല്ലാഹു അവസരം നൽകിയത്. അതുപോലെ നമ്മുടെ ഈ മഹലിൽപ്പെട്ട കാട്ടാമല ഫരീദ് എന്ന ആളുടെ
ഭാര്യ ഖദീജ വെറും 52 വയസ്സ് കഴിഞ്ഞ ശനിയാഴ്ച നമ്മിൽ നിന്നും വിട പറഞ്ഞു. രണ്ടുപേർക്കും ഒരേ നിലയിലുള്ള അസുഖമായിരുന്നു. അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ നമ്മുടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും അവരെയും കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇസ്ലാം എന്നത് അജയ്യമാണ്. അത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമ സംഹിതയാണ്. അതനുസരിച്ച് ജീവിക്കുന്നതിനാണ് അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇസ്ലാം അല്ലാത്ത വേറൊന്നും അള്ളാഹു പരിഗണിക്കുകയേ ഇല്ല എന്ന് അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ നബി മുതൽ അവസാനത്തെ നബി വരെയും ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യന്മാർ വരെയുമുള്ള എല്ലാവർക്കും അള്ളാഹു നിർബന്ധപൂർവം കൽപ്പിച്ചിട്ടുള്ളത് ഈ ഒരു പാതയല്ലാതെ, അഥവാ ഇസ്ലാം അഥവാ അനുസരണം, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക എന്നതല്ലാതെ പൈശാചിക ശക്തികൾക്കോ വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ സംഘടനകൾക്കോ ഒന്നും കീഴൊതുങ്ങി ജീവിക്കരുതെന്നും നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമേ കീഴൊതുങ്ങി ജീവിക്കാവൂ എന്നും ഒന്നാമത്തെ മനുഷ്യനോടടക്കം അള്ളാഹു ആഹ്വാനം നൽകുകയും അവരിൽ നിന്നും സച്ചരിതരായ ആളുകൾ, നന്മയുള്ള ആളുകൾ അതിനെ ഉൾക്കൊള്ളുകയും അവർ അതിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തു. وَمَنْ يَرْغَبُ عَنْ مِلَّةِ إِبْرَاهِيمَ إِلَّا مَنْ سَفِهَ نَفْسَهُ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ إِذْ قَالَ لَهُ رَبُّهُ أَسْلِمْ قَالَ أَسْلَمْتُ لِرَبِّ الْعَالَمِينَ وَوَصَّى بِهَا إِبْرَاهِيمُ بَنِيهِ وَيَعْقُوبُ يَا بَنِيَّ إِنَّ اللَّهَ اصْطَفَى لَكُمُ الدِّينَ فَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയും യാക്കൂബ് നബിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പരമ്പരകളെ പറ്റിയും അള്ളാഹു പറഞ്ഞതാണിത്. ഇബ്രാഹിമി മില്ലത്ത് പിൻപറ്റാതെ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവൻ വിവരമില്ലാത്തവനാണെന്നും ബുദ്ധിശൂന്യനാണെന്നുമാണ് ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത്. അദ്ദേഹത്തോട് നാം പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിമായിരിക്കണം, കീഴൊതുങ്ങി ജീവിക്കണം, എന്നെ മാത്രം അനുസരിച്ച് ജീവിക്കണം. കാല, അദ്ദേഹം അത് മറുപടിയായി പറഞ്ഞത്, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ ഒരു മുസ്ലിമായി മാറുന്നു, കീഴൊതുങ്ങി ജീവിക്കുന്നു, അനുസരണയുള്ളവനാകുന്നു എന്ന. അത് അദ്ദേഹം പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കളോടും അദ്ദേഹം ഇക്കാര്യം തന്നെയായിരുന്നു വസിയ്യത്ത് ചെയ്തതെന്നും തുടർന്ന് അള്ളാഹു പറയുന്നു. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്, ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ മക്കളായ യാക്കൂബും തുടർന്നുള്ള എല്ലാ പ്രവാചകന്മാരും വസിയ്യത്ത് ചെയ്തത്, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, എൻ്റെ പൊന്നുമക്കളെ, അള്ളാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിത രീതി അള്ളാഹുവിനെ മാത്രം അനുസരിച്ചു കൊണ്ടുള്ളതായിരിക്കണം. അതായത് അദ്ദീൻ അഥവാ അൽ ഇസ്ലാം ആയിരിക്കണം നിങ്ങളുടെ ജീവിത മാർഗരേഖ എന്ന് ഈ പ്രവാചകന്മാരെല്ലാം മക്കളോട് വസിയത്ത് ചെയ്തിരുന്നു എന്നും, ഫലാ തമൂത്തുന്ന, പൊന്നുമക്കളെ നിങ്ങൾ മരിക്കരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ എന്ന് ഇബ്രാഹിം നബിയുടെ വസിയത്തും അള്ളാഹു അൽ ബഖറയിലൂടെ അവർ ചെയ്ത വസിയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇസ്ലാം അല്ലാത്ത വേറൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമേ അല്ല.
വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, ആദ്യത്തെ മുസ്ലിം ആയിരിക്കണം എന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു പഠിപ്പിക്കുന്നു. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, നബിയെ നേരായ വഴി അള്ളാഹു പഠിപ്പിച്ച ഹിദായത്തിൻ്റെ മാർഗമല്ലാതെ വേറൊന്നും ഇല്ല. ഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് കീഴൊതുങ്ങി മുസ്ലിമായി ജീവിക്കണമെന്നാണ് എന്നോടവൻ കൽപ്പിച്ചിട്ടുള്ളത് എന്നും അള്ളാഹു നിർദ്ദേശിക്കുന്നു. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എല്ലാ മനുഷ്യന്മാരും ഈ ഒരു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതല്ലാത്ത വേറെ ഒരു വഴി തിരഞ്ഞെടുത്താലും അവർ എത്ര കണ്ട് അധികരിച്ചവരാണെങ്കിലും എത്ര വലിയ സംഘക്കാരാണെങ്കിലും അതൊന്നും അള്ളാഹു സ്വീകരിക്കുകയേ ഇല്ല. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ, മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ, ആ രാജ്യത്തിൻ്റെ ആ നാടിൻ്റെ പേര് കേൾക്കുമ്പോൾ ചില വിഷങ്ങളും വിഷപ്പാമ്പുകളും വിഷം ഇല്ലാത്തവരും ചൂടധികരിച്ചും ചൂടില്ലാതെയും പുറത്തേക്ക് ചാടി വിഷം ചീറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നാമൊക്കെ ജീവിച്ചിരിക്കുന്ന ഇക്കാലഘട്ടത്തിലും 2014 ശേഷം ഒന്നുകൂടി വർദ്ധിത വീര്യത്തോടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, തീർച്ചയായും ഇത്രയധികം ഇതിന് വൈരാഗ്യവും ശത്രുതയും ഉള്ളത് ഇത് കൃത്യമായി സത്യമായ ഒന്നായതുകൊണ്ടല്ലാതെ വേറെ ഒന്നുകൊണ്ടുമല്ല. അസത്യത്തിനും കുഫറിനും ശിർക്കിനും ഒരിക്കലും ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരികയില്ല. സത്യം ഒരു വ്യക്തി പറഞ്ഞാലും ഒരു സമൂഹം പറഞ്ഞാലും ഒരു പ്രസ്ഥാനം പറഞ്ഞാലും അത് ഒരു നാട്ടുകാർ പറഞ്ഞാലും അതിനെതിരിലായിരിക്കും വർദ്ധിത വീര്യത്തോടെയുള്ള വിഷം ചീറ്റലുകളെല്ലാം എക്കാലഘട്ടത്തിനുമുള്ളത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു അനുഗ്രഹിച്ച് നൽകിയ ഈ ഇസ്ലാമിനെ അവർ എത്ര കണ്ട് വീര്യത്തോടെ ഇതിനെതിരിൽ അഥവാ ഒരു നാടിനെതിരിൽ അല്ല, ഒരു പ്രദേശത്തിനെതിരിലും അല്ല, ഇസ്ലാം എന്ന അടിസ്ഥാന ദീനാണ് ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലെ പ്രശ്നങ്ങളുടെ മൂല കാരണം. അത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും അതിനെ നാം മുറുകെ പിടിക്കുകയും അതിൻ്റെ അഹ്കാമുകളും അതിൻ്റെ വിധിവിലക്കുകളും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം സമ്പുഷ്ടീകരിക്കുകയും നന്നാക്കി തീർക്കുകയും വേണം. കാരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട് വളരെ സുവ്യക്തമായി, ഇങ്ങനെ വർദ്ധിത വീര്യത്തോടെ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് എവിടെ നിന്നെല്ലാം ശത്രുതയും എവിടെ നിന്നെല്ലാം അക്രമവും ഒക്കെ വന്നാലും അന്തിമ വിജയവും അള്ളാഹുവിൻ്റെ സഹായവും അവരെത്ര ചെറുതാകട്ടെ അല്ലെങ്കിൽ എത്ര വലുതാകട്ടെ ആ നല്ല കക്ഷികൾക്കായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസിച്ചവരെ അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു വിഷപ്പാമ്പുകൾക്കും ഒരു സംഘടിത ശക്തികൾക്കും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനങ്ങൾക്കും ഒരു ഇസങ്ങൾക്കും സാധിക്കുകയില്ല. ഉറപ്പാണത്. അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വയ്യഹുദുൽക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കാതെ നിങ്ങളെ കൈവെടിഞ്ഞാൽ, നിങ്ങളെ ഉപേക്ഷിച്ചാൽ, ഫമന്തല്ലദി യൻസുറുക്കും മിൻ ബഅദി, നിങ്ങളെ പിന്നെ സഹായിക്കാൻ ഈ ഭൂമിയുടെ മുകളിൽ ആരാണുള്ളത്? ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനങ്ങൾക്കോ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ രക്ഷിക്കാനും സാധിക്കുകയില്ല അള്ളാഹു നിങ്ങളെ ഉപേക്ഷിച്ചാൽ. അപ്പോൾ അള്ളാഹു നിങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാൻ എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത്
അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യുകയും ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നല്ല മുസ്ലിങ്ങളായി വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അല്ലാഹുവിലേക്ക് വിളിക്കുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. തൻ്റെ ഇടത്തോടു കൂടി ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല ഉദാത്തമായ ഉത്കൃഷ്ടമായ വാക്ക് പറയുന്നവൻ വേറെ ആരാണുള്ളത് എന്നാണ് അള്ളാഹു നമ്മോട് സന്തോഷത്തോടെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്ക് തൻ്റെ ഇടത്തോടു കൂടി ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാൻ കഴിയണം. കാനേശുമാരിയിലുള്ള പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമത്തിലൂടെയോ ഉള്ള ഒരു മുസ്ലിം അല്ല. ആ ഇസ്ലാം അള്ളാഹുവിന് വേണ്ട. അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു തിരിച്ച് നിങ്ങളെയും സഹായിക്കും. അള്ളാഹുവിന് നിങ്ങൾ മറുപടി കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് മറുപടി നൽകും. അള്ളാഹുവിന് നിങ്ങൾ കീഴൊതുങ്ങിയാൽ നിങ്ങളെ അള്ളാഹു ഉയർത്തും. നിങ്ങളെ തളർത്താനോ തകർക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ഏതെല്ലാം നിലയിലുള്ള മീഡിയകൾ ഉപയോഗിച്ച് നിങ്ങളെയോ നിങ്ങളുടെ നാടിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെയോ ഇല്ലായ്മ ചെയ്യാൻ ആരുദ്ദേശിച്ചാലും ഇൻഷാ അല്ലാഹ് നാം അള്ളാഹുവിനെ സഹായിക്കുന്നവരായിക്കൊണ്ട് മാറിയാൽ ഒരാളുടെ ഒരു മീഡിയകളും ഒരു പ്രചരണവും ഒരു വിഷം ചീറ്റലും, അത് ഈരാറ്റുപേട്ടയാണെങ്കിലും മലപ്പുറത്തെയാണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പേര് വച്ചിട്ടാണെങ്കിലും ഒരു വിഷം ചീറ്റലൊന്നും ഒരു ഫലവും ചെയ്യുകയില്ല. അതിൻ്റെ മുകളിൽ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ഉണ്ട്. സഹോദരങ്ങളെ, അതിന് അള്ളാഹുവിനെ സന്നദ്ധമാക്കുന്നതിനുള്ള വിശ്വാസവും പ്രവർത്തനവും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മിൽ ഉണ്ടായേ പറ്റൂ. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിന് മറുപടി കൊടുക്കൂ. വലിർറസൂൽ, റസൂലിന് മറുപടി കൊടുക്കൂ. ഇദാ ദഅാകും ലിമാ യുഹ്യീകും, സ്വാതന്ത്ര്യത്തോടെ തൻ്റെ ഇടത്തോടെ മാന്യമായ നിലയിലുള്ള ജീവിതത്തിന് വേണ്ടി അവർ നിങ്ങളെ വിളിച്ചാൽ, അള്ളാഹും റസൂലും നിങ്ങളെ വിളിച്ചാൽ ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നിങ്ങൾ മറുപടി നൽകുന്നവരാകൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. കാരണം വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, പടച്ചവന്റെ പക്കൽ നിന്നുള്ള സഹായം അല്ലാതെ വേറെ ഒരു സഹായവും നമുക്ക് അവലംബിക്കാൻ സാധ്യമല്ല. ഏത് ഗവൺമെന്റ് നമ്മളെ സഹായിച്ചാലും, ആര് മാറി വരുമ്പോൾ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാലും അതെല്ലാം ശൂന്യമായ നമ്മുടെ ഊഹങ്ങളാണ്. അതൊന്നും അർത്ഥവത്തായതല്ല. അള്ളാഹുവിൽ നിന്നുള്ള സഹായം മാത്രമേ ഗ്യാരണ്ടിയുള്ളതും ഉറപ്പുള്ളതും നിലനിൽക്കുന്നതും സ്വാതന്ത്ര്യമുള്ളതും. അതുകൊണ്ട് തീർച്ചയായും വിശ്വസിച്ചവരെ നാം അള്ളാഹുവിനും റസൂലിനും മറുപടി നൽകുന്നവരായിരിക്കണം. അവരുദ്ദേശിച്ച നിലയിൽ ഏതു മറുപടിയാണോ ആ നിലയിലുള്ള മറുപടി. അവിശ്വാസികളായ ആളുകൾ ഇസ്ലാമിൻ്റെ പ്രഭയും അതിൻ്റെ പ്രകാശവും അതിൻ്റെ വെളിച്ചവും അതിൻ്റെ തെളിച്ചവും ഇസ്ലാമിക സ്വാതന്ത്ര്യത്തിലുള്ള വിശ്വാസികളുടെ ജീവിതവും കണ്ട് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായികൾ കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ഈ ദീനിനെ, അതിൻ്റെ പ്രഭയെ, അതിൻ്റെ പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യണമെന്നും ഊതിക്കെടുത്താനുമാണ് ആ ദുശക്തികൾ എന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഈ പ്രകാശത്തെ പ്രഭാപൂരിതമാക്കി നിലനിർത്താനാണ്. നമ്മുടെ ഈ നാടിനെ പ്രഭാപൂരിതമായി നിലനിർത്താൻ, നമ്മുടെ സംഘത്തെ അള്ളാഹു സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രവൃത്തി കാരണമായി അതിനൊരു ഭംഗം
വരുന്ന നിലയിൽ ഒന്നും നമ്മിൽ നിന്നും ഉണ്ടാകാതിരുന്നാൽ മതി. ആരെല്ലാം ഏതെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏതെല്ലാം നിലയിൽ ആർക്കെല്ലാം കാശ് കൊടുത്ത്, അത് ഏത് പേരിലുള്ള പാമ്പുകളാവട്ടെ, അവരെങ്ങനെ ശ്രമിച്ചാലും ഇൻഷാ അല്ലാഹ് ഇത് കെടുകയില്ല. ഇത് വളർന്നുകൊണ്ടേയിരിക്കും, ഇത് പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും, ഇത് പരിസര നാടുകളിലേക്ക് ഇത് വ്യാപിച്ചു കൊണ്ടേയിരിക്കും. ഇതിൻ്റെ പ്രകാശവും ഇതിൻ്റെ നന്മയും ഇതിൻ്റെ കാരുണ്യവും ഇതിൻ്റെ വെളിച്ചവും ഇതിൻ്റെ തെളിച്ചവും. അള്ളാഹു നമ്മുടെ നാടിനെയും നമ്മെയും നമ്മുടെ നാട്ടുകാരെയും അനുഗ്രഹിക്കട്ടെ. പല നിലയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ, ഗവൺമെൻറ് തലത്തിൽ ഇതിന് ശത്രുത വരുത്താൻ, ആളുകളിൽ ഇതിനെ ഒരു മോശമായ ഒരു സംവിധാനമായി ചിത്രീകരിക്കാനുള്ള എന്തെന്നോ ഇല്ലാത്ത ചില ബന്ധപ്പാടുകളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഇസ്ലാമിനോടുള്ള, അള്ളാഹുവിനോടുള്ള, ഏക ദൈവ വിശ്വാസത്തോടുള്ള, തൗഹീദിനോടുള്ള കഠിനമായ ശത്രുതയല്ലാതെ വേറൊന്നുമല്ല. വലം തുഗ്നി അൻകും ഫിഅതുകും ഷൈഅ. നമുക്ക് അങ്ങനെയുള്ള ആ പാമ്പുകളോടും വിഷങ്ങളോടും ദുശക്തികളോടും ഇരുളിൻ്റെ ശക്തികളോടും ഇരുളുകളായി വന്ന മനുഷ്യന്മാരോടും പറയാനുള്ളത് വലം തുഗ്നി അൻകും ഫിഅതുകും ഷൈഅ. നിങ്ങൾ എത്ര സംഘമുണ്ടെങ്കിലും, നിങ്ങൾ ഏതെല്ലാം സംവിധാനം ഉപയോഗിച്ചാലും, ആരെല്ലാം നിങ്ങളുടെ പിന്നിൽ നിന്നും സമ്പത്ത് നൽകി നിങ്ങളെ കൂലിക്കെടുത്താലും, നിങ്ങൾ എത്ര രാവും പകലും പരിശ്രമിച്ചാലും വലം തുഗ്നി അൻകും ഷൈഅ, നിങ്ങളുടെ ഫിഅത്ത്, നിങ്ങളുടെ സംഘം, നിങ്ങളുടെ മീഡിയകൾ, നിങ്ങളുടെ ദുഷ്പ്രചരണങ്ങൾ, ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. നിങ്ങൾ ഒരിക്കലും അതിന് വിജയിക്കാനേ പോവുകയെന്നില്ല. വലൗ കസുറത്ത്, നിങ്ങൾ എത്ര അധികമുണ്ടെങ്കിലും ശരി, ഇത് ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് നൽകിയ സന്തോഷ വാർത്തയാണ്. ഞങ്ങൾ ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമങ്ങൾ അനുസരിച്ച് കഴിവിൻ പരമാവധി ഞങ്ങൾ ജീവിക്കുന്നു. ആളുകൾക്ക്, ലോകത്തിന്, നാട്ടുകാർക്ക്, നാടിന് നന്മകൾ മാത്രം ഞങ്ങളിൽ നിന്നും ഞങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു, നൽകിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എത്ര കണ്ട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലും ഞങ്ങൾ ആരെയും ആക്രമിക്കുന്നില്ല. അവർക്കെല്ലാം ഞങ്ങളുടെ കഴിവിൻ പരമാവധി ഞങ്ങൾ നന്മ ചെയ്യുന്നു. ഇതാണ് ലോകരക്ഷിതാവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശവും കൽപ്പനയും ഇതല്ലാതെ വേറൊന്നുമല്ല. ഞങ്ങൾ ആരെയും ആക്രമിക്കാനില്ല, ആർക്കെതിരിൽ മീഡിയകൾ ഉപയോഗിച്ച് പറയാനില്ല. കാരണം ഞങ്ങളുടെ ഈ ദീൻ, ഇതിലേക്ക് കുറെ ആളുകൾ വരണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല. ഞങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ്, ലോകത്തിൻ്റെ രക്ഷിതാവ് ഞങ്ങളോട് പറഞ്ഞതാ, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. നന്മയേതാ തിന്മയേതാ എന്ന് സുവിക്തമാണ്. കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നേ പറ്റൂ, വന്നവർ ഇനി ഒരിക്കലും തിരിച്ചു പോകാനേ പാടില്ല എന്നൊന്നും ഇവിടെ ഒരു നിർബന്ധവുമില്ല. നന്മയനുസരിച്ച് ജീവിച്ചാൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം പ്രവാചകന്മാരും രക്ഷിതാവായ അള്ളാഹുവും പറഞ്ഞിട്ടുള്ള ഒന്നല്ലാതെ വേറൊന്നുമില്ല. ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മയിൽ നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷം ചുരുങ്ങിയ നാളുകൾക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞുള്ള മരണത്തിന് ശേഷമുള്ള അടുത്ത ലോകത്ത് സന്തോഷകരമായ ജീവിതം ലഭിക്കും എന്ന സന്തോഷ വാർത്തയല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് തരാനില്ല. അതുകൊണ്ട് തന്നെ ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിർബന്ധവും മതത്തിലില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. അധർമ്മമേതാ, ധർമ്മമേതാ, നന്മയേതാ, തിന്മയേതാ, അതെല്ലാം വ്യക്തമാണ്. താല്പര്യമുള്ളവർക്ക് ദീനിലേക്ക് കടന്നു വരാം. ഇങ്ങോട്ട് വരണമെന്ന് ആരോടും നാം നിർബന്ധിക്കുന്നില്ല. മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും നിലയിലുള്ള വലവീശലൊന്നും ഇവിടെയില്ല. ഒരു വലവീശി ഒരാളെ പിടിക്കേണ്ട കാര്യവുമില്ല.
ഞങ്ങളുടെ രക്ഷിതാവ് അങ്ങനെയാണ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ ആക്ഷേപിക്കരുതെന്നും വലാ തസ്സുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, പടച്ച തമ്പുരാനല്ലാത്ത മറ്റു വ്യക്തികളോട് ശക്തികളോട് പ്രാർത്ഥിക്കുന്ന അവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പോലും പറയരുതെന്ന ഇസ്ലാമിൽ മുസ്ലിങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാം നന്മയുടെ വാക്താക്കളായി നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയും ഇസ്ലാമിൻ്റെ എല്ലാ ശാഖാപരമായ കാര്യങ്ങളിൽ പോലും നാം മുറുകെ പിടിക്കുകയും അതനുസരിച്ച് നാം ജീവിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് മുന്നേറുന്നവരാവുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സന്തോഷത്തിൽ നാം ആഹ്ലാദിക്കുക. കാരണം വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, അള്ളാഹു പറയുന്നു, അള്ളാഹു ഈമാനുള്ളവരോടൊപ്പം മാത്രമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, വിശ്വസിച്ചവരെ, അത്തിയുല്ലാഹ് വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തതവല്ലൗ അൻഹു, ഏതെല്ലാം നിലയിൽ മറിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. വലാ തകൂനു കല്ലദീന ഖാലു സമീഅന, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് കേട്ടു എന്ന് പറയുകയും വഹും ലാ യസ്മഊൻ, എന്നാൽ ജീവിതത്തിൽ അത് കേൾക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്ന നാമത്തിൽ മാത്രമുള്ള മുസ്ലിങ്ങളായി നിങ്ങൾ മാറുകയും ചെയ്യരുത് എന്ന് വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ഈ ദീൻ അവൻ നമുക്ക് നൽകിയത് അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ടല്ലാതെ വേറൊന്നുകൊണ്ടുമല്ല. കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാരിൽ നിന്നും അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തത് അവന് നമ്മോടുള്ള പ്രത്യേകമായ കാരുണ്യവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കാനുള്ള പല പദ്ധതികളും പല ആളുകളും പല നിലയിലും നടത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പല മാർഗങ്ങൾ ഉപയോഗിച്ച്. നാം അവകളെയെല്ലാം അവഗണിക്കുക, അള്ളാഹുവിലേക്ക് മാത്രം നാം തിരിയുക, അവൻ്റെ പ്രവാചകനെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. ദുശക്തികൾ എവിടെ നിന്ന് ഏതെല്ലാം നിലയിലുള്ളവരാണോ അവരെയെല്ലാം അള്ളാഹു വേണ്ടുന്ന വിധത്തിൽ അവൻ്റെ ദീനിന് എതിരായ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം അള്ളാഹു തടഞ്ഞു നിർത്തി മുസ്ലിങ്ങളാകുന്ന നമുക്ക് ഇവിടെയും നാളെ ആഖിറത്തിലും ഇസ്സത്തും തഖ്വയും റാഹത്തും സന്തോഷവും എല്ലാം നൽകി അള്ളാഹു നമ്മെ എല്ലാം കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. ഹിജ്ർ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞ ഒരു സത്യം, റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ഇൻഷാ അള്ളാഹ് നാളെയുള്ള മരണത്തിന് ശേഷം നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ റുബമാ യവദ്ദുല്ലദീന കഫറു, കാഫിറുകളായ
അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിക്കാത്ത ആളുകളെല്ലാവരും ലൗകാനു മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അവിടെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഉന്നതമായ പ്രതിഫലവും കാണുമ്പോൾ ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു രംഗം ഇവിടെ അവർക്കും നമുക്കും ഇൻഷാ അള്ളാഹ് വരാനുണ്ട് എന്ന് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതറിവും മുസ്ലിങ്ങളെ, നിങ്ങൾ അവരെ വിട്ടേക്ക്. യക്കുലു, അവർ തിന്നട്ടെ. വയത്തമത്തവ്, അവർ അനുഭവിക്കട്ടെ, സുഖിക്കട്ടെ, സന്തോഷിക്കട്ടെ. വയുൽഹിഹിമുൽ അമൽ, അവരുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ അതെല്ലാം അതവർ പൂർത്തിയായി ആക്കട്ടെ. ഫസൗഫ യഅലമൂൻ, അവർ പിന്നീട് അറിഞ്ഞുകൊള്ളും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരിണിതി എന്തായിരിക്കും എന്ന്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാം ഇതിലേക്കൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല, നാം അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങനെ നടന്നോട്ടെ. ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ നടക്കണം. നടന്നെങ്കിലേ നാം നമ്മുടെ ദീനിനെ അറിയാനും പഠിക്കാനും ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴേ ഇതിനൊരു മഹത്വവും പ്രത്യേകതയും ഉണ്ടാവുകയുള്ളൂ. എന്തിനാ അന്ന കാലഘട്ടത്തിൽ യുദ്ധങ്ങളെല്ലാം ഉണ്ടായത്? അള്ളാഹു ഒന്ന് തീരുമാനിച്ചാൽ പോരെ ഈ ആളുകളെല്ലാം ഒറ്റ മതത്തിലേക്ക് അല്ലെങ്കിൽ ഒറ്റ വഴിയിലേക്ക് ചേർക്കാൻ? അള്ളാഹു തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇതൊന്ന് മാറ്റുരയ്ക്കണം. അങ്ങനെ മാറ്റുരച്ചതാണത്. ലിയമീസല്ലാഹുൽ ഖബീഥ മിനത് ത്വയ്യിബ്, എല്ലാം കൂടിക്കലർന്ന് കിടക്കുകയാണ്. നല്ലതുകൊണ്ട് അതിൽ ചീത്തയുമുണ്ട്. അതിൽ നിന്നും ചീത്തേനെ വേറെ മാറ്റി ത്വയ്യിബ് ശുദ്ധമായതിനെ വേർതിരിക്കണം. എന്നതുപോലെ സഹോദരങ്ങളെ, നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം അതിലൊന്നും അസ്വസ്ഥരാകേണ്ടതില്ല. ഇതൊരു മാറ്റുരയ്ക്കലാണ്. തട്ടാൻ അല്ലെങ്കിൽ കൊല്ലൻ അവൻ്റെ ആലയിൽ വെച്ച് തീയിൽ വെച്ച് ഊതിക്കാച്ചി പൊന്നിനെ 916 അല്ലെങ്കിൽ അതിനപ്പുറം വേറെ നല്ലതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കി മാറ്റിയെടുക്കുന്നത് പോലെ നമ്മെ ഊതിക്കാച്ചി നല്ല പൊന്നുകളാക്കി നല്ല പവറുറ്റ മുസ്ലിങ്ങളാക്കി മരിക്കാൻ നേരം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാനുള്ള തൻ്റെ ഇടവും കഴിവും ഉള്ളവരാക്കി മാറ്റാൻ ഉള്ള ചെറിയ ഒരു പരിശ്രമവും ഒരു പണിഷ്മെൻറ്റും ഒക്കെയാണിത്. അവർ പറയട്ടെ, അവരുപയോഗിക്കട്ടെ. നമുക്ക് ദീനിൻ്റെ എല്ലാ നിയമങ്ങളും കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ.